ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 3ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ ജബ് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി എന്ന പാഠഭാഗമാണ്. അതായത് ചാപ്റ്റർ 6 ആദ്യ യൂണിറ്റിന്റെ ആമുഖ പേജിൽ നൽകിയിരിക്കുന്ന കവിതാഭാഗം ഒന്ന് നമുക്ക് വായിക്കാം. അഹാ വഹി മനുഷ്യ ഹേ പരോപകാർ ജോ കരെ, വഹി മനുഷ്യ ഹേ കി ജോ മനുഷ്യ കെ ലിയെ മരെ. അതായത് അഹ വഹി മനുഷ്യഹേ, അവനാണ് മനുഷ്യൻ, പരോപകാർ ജോ കരെ, ഏതൊരുവനാണോ പരോപകാരം ചെയ്യുന്നത്, അതായത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത്. വീണ്ടും കവി പറയുന്നു വഹി മനുഷ്യഹേക്ക്, അവനാണ് മനുഷ്യൻ, ജോ മനുഷ്യക്കേലിയെ മരെ, മനുഷ്യന് വേണ്ടി മരിക്കുന്ന ആരാണോ അവനാണ് മനുഷ്യൻ. ഈ കവിതയിലെ വരികൾ രാഷ്ട്രകവി മൈഥിലി ശരൺ ഗുപ്തിന്റെ മനുഷ്യത എന്ന കവിതയിലെ വരികളാണ്. ഈ വരികളിൽ കവി പരോപകാരത്തിന്റെ മഹത്വമാണ് വർണ്ണിച്ചിരിക്കുന്നത്. കവി പറയുന്നത് എന്തെന്നാൽ യഥാർത്ഥ മനുഷ്യനെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്നവരാണ്. മനുഷ്യന് വേണ്ടി മരിക്കുന്നയാളാണ് യഥാർത്ഥ മനുഷ്യനെന്ന് കൂടി കവി ഈ വരികളിലൂടെ ഉണർത്തുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ 3ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗത്തിന്റെ സാരാംശം മലയാളത്തിലൊന്ന് വിവരിക്കാം. നമ്മുടെ ഈ ഭാരതത്തിൽ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയായ ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭു വരുന്നു. നമ്മുടെ ഗാന്ധിജിയുമായി സംസാരിക്കാതെ ഭാരതത്തിലൊന്നും ചെയ്യാനാകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ മൗണ്ട് ബാറ്റൻ പ്രഭു ഗാന്ധിജിയെ ചായ സൽക്കാരത്തിനായി ക്ഷണിക്കുന്നു. ഗാന്ധിജി അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ഗാന്ധിജിയെ സ്വീകരിക്കാനായി എല്ലാവിധ തയ്യാറെടുപ്പുകളും ആരംഭിച്ചു. ആദ്യമായി മീറ്റിംഗിന് നിശ്ചയിച്ച റൂം കൂളർ ഉപയോഗിച്ച് തണുപ്പിച്ചു. എന്നാൽ ഇതൊന്നും ഗാന്ധിജിക്ക് ഇഷ്ടമായില്ല. അദ്ദേഹം കൂളർ ഓഫ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ചർച്ചയ്ക്കിടെയുള്ള കാര്യങ്ങളിൽ ഗാന്ധിജി ഒരു താല്പര്യവും കാണിക്കാതിരുന്നപ്പോൾ വൈസ്രോയി കാരണം ചോദിച്ചു. ഗാന്ധിജി അസ്വസ്ഥനായിരിക്കുന്നത് കണ്ട് കാരണം വീണ്ടും അന്വേഷിച്ചു. അപ്പോൾ ഗാന്ധിജി കാരണം വിവരിച്ചു. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ പഴയ വാച്ച് മോഷണം പോയി എന്ന് ഗാന്ധിജി പറഞ്ഞു. ഇത് കേട്ട് വൈസ്രോയി തന്റെ ഖേദം അറിയിച്ചു. ശേഷം ഭക്ഷണം കഴിക്കാൻ ഗാന്ധിജിയെ ക്ഷണിച്ചു. തനിക്കുള്ള ഭക്ഷണം താൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അങ്ങ് ഭക്ഷണം കഴിക്കണമെന്നും ഗാന്ധിജി മൗണ്ട് ബാറ്റനോട് പറഞ്ഞു. എന്നാൽ ഇതിൽ നിന്നും നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഗാന്ധിജിയുടെ ഈ പെരുമാറ്റത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു എന്ന്. തണുത്ത മുറിയിലിരുന്ന് ഈ ഭാരതദേശത്തെ ഭരിക്കാനാവില്ലെന്ന് ബ്രിട്ടീഷ് ഭരണം മഹത്തരമാണെന്ന് വീമ്പിളക്കുമ്പോൾ അതിൻ കീഴിൽ തന്റെ വാച്ച് പോലും സംരക്ഷിക്കപ്പെട്ടില്ല എന്നുമുള്ള രാഷ്ട്രീയമായിരുന്നു ഗാന്ധിജിയുടേത്. ഭാരതീയർ തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ആഹാരമാക്കുമ്പോൾ ബ്രിട്ടീഷുകാർ മറ്റുള്ളവരെ കൊള്ളയടിച്ചാണ് സുഖലോലുപതിയിൽ കഴിയുന്നതെന്നും ഗാന്ധിജി പറയാതെ പറഞ്ഞു. എന്നാൽ ഒരു പഴയ വാച്ച് മോഷണം പോയതിന്റെ പേരിൽ താനൊരുക്കിയ വിരുന്നിന്റെ ശോഭ എന്തിനാണ് ഗാന്ധിജി നഷ്ടപ്പെടുത്തുന്നത് എന്ന് വൈസ്രോയിക്ക് മനസ്സിലായിരുന്നില്ല. ഗാന്ധിജിക്ക് പുതിയൊരു വാച്ച് സമ്മാനിച്ചാലോ എന്നാണ് വൈസ്രോയിയുടെ മനസ്സിൽ ചിന്ത വന്നത്. പ്രാതലിന്റെ അവസരം വന്നപ്പോൾ കയ്യിൽ കരുതിയിരുന്ന പ്രാതൽ കഴിച്ചുകൊള്ളാമെന്ന് പറയാൻ ധൈര്യം ആർക്കുണ്ടാവും? ഇങ്ങനെ വിരുന്നൊരുക്കുന്ന സമയത്ത് ആർക്കാണ് ഇങ്ങനൊരു ധൈര്യമുണ്ടാവുക? ഈ വിരുന്നിന്റെ ഫലം അനുഭവിക്കാതെ ചെയ്യുന്നത്. ഒരു പഴയ ബാഗിൽ ഒരു ബോക്സിൽ ആട്ടിന്റെ പാൽ കൊണ്ടുണ്ടാക്കിയ തൈരായിരുന്നു ഗാന്ധിജി പ്രാതലായി കൊണ്ടുവന്നിരുന്നത്. പാത്രത്തിന്റെ കൂടെ കരുതിയിരുന്ന സ്പൂണിന്റെ കൈപ്പിടി പൊട്ടിയത് കാരണം ഒരു കമ്പ് എടുത്ത് അതിന്റെ സഹായത്താൽ ചരടുകൊണ്ട് അത് ബന്ധിച്ചിരിക്കുന്നു. മൗണ്ട് ബാറ്റനും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയും ഈ സ്പൂണിന്റെ ബന്ധിച്ച ഈ ഒരു കമ്പ് കണ്ട് അമ്പരന്ന് നിന്നുപോയി. ലേഖകന്റെ അഭിപ്രായത്തിൽ ഗാന്ധിജി തന്റെ പെരുമാറ്റത്തിലൂടെ ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതായത് ഭാരതത്തെക്കുറിച്ചുള്ള ചർച്ച ചെയ്യേണ്ടത് തണുപ്പിച്ച മുറിക്കുള്ളിൽ ഇരുന്നല്ല, മറിച്ച് തുറന്ന മൈതാനത്ത് വെച്ച് വെയിലത്തിരുന്നായിരിക്കണം എന്നതിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അവരുടെ സാഹചര്യത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യണം എന്ന സന്ദേശമാണ് ഗാന്ധിജി നൽകിയത്. പിന്നെ വാച്ച് മോഷണം പോയ കാര്യം അതിശയോക്തിയോടെ അവതരിപ്പിച്ചത് കൊട്ടിഘോഷിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ തന്റെ വാച്ച് പോലും സുരക്ഷിതമല്ല എന്ന് ബോധ്യപ്പെടുത്താനും കൂടിയായിരുന്നു ഇത്. എന്നിരിക്കെ അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ വൈസ്രോയുമായുള്ള ചർച്ചയ്ക്ക് പകരം ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോയ വാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് അച്ചടിച്ചു വന്നത്. ഒരു സത്യം എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കാനും സാധിച്ചു. ഭാരതീയർ അവരുടെ പ്രയത്നത്തിന്റെ ഫലം മാത്രമേ ഭക്ഷിക്കൂ എന്ന സന്ദേശം നൽകുന്നതിനായിരുന്നു ഗാന്ധിജി പ്രാതൽ കയ്യിൽ കരുതിയിരുന്നത്.
ഗാന്ധിജിയെക്കുറിച്ചുള്ള ഈ രസകരമായ കഥ ലേഖകൻ വായിച്ചറിഞ്ഞത് ലേപ്പിയറിൻ്റെയും കോളിയൻ്റെയും പുസ്തകമായ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകത്തിലൂടെയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ 3ാം യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ ഗാന്ധിജി കി ഗഡി ചോരി ചലി ഗയി എന്ന പാഠഭാഗത്തിൻ്റെ മലയാള സാരാംശം പഠിച്ചു കഴിഞ്ഞു. അതായത് 6ാമത്തെ പാഠഭാഗം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഓരോ പാരഗ്രാഫും ഹിന്ദിയിൽ വായിച്ചിട്ട് അർത്ഥം പഠിക്കണം. ഇപ്പം നമ്മൾ മലയാള സാരാംശമാണ് പഠിച്ചത്. ഇനി നമുക്ക് ഹിന്ദിയിൽ വായിച്ചിട്ട് അർത്ഥം വായിച്ച് പഠിക്കണം. ഇങ്ങനെ അർത്ഥം വെച്ച് വായിച്ച് ഹിന്ദിയിൽ പഠിച്ചാലേ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ കിട്ടൂ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ, ബെൽ ബട്ടൺ ഇവ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് അടുത്ത ഭാഗവുമായിട്ട് വരാം. താങ്ക് യു.